കുടിയിൽ വന്ന സമയത്ത് ഇക്കാക്ക കുറച്ച് മുന്തിരി കയ്യിൽ കൊടുന്നിട്ട് എന്നോട് പറയാണ്, കുഞ്ഞോളെ ഇതൊന്നാണ് ജ്യൂസ് അടിച്ചാന്ന്. അപ്പം പിന്നെ കുടിയിൽ വരുന്ന സമയത്തല്ലേ ഇക്കാക്കാരൊക്കെ ഇത് കൊടുന്നേരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുള്ളൂ നമ്മളോട് പറയുള്ളൂ എന്ന് വിചാരിച്ച് ഞാനങ്ങ് ജ്യൂസ് അടിക്കാൻ വേണ്ടി നിന്നു. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഗ്യാസ് കത്തിക്കാൻ വേണ്ടി നോക്കി നോക്കുമ്പോൾ ഗ്യാസ് ഉണ്ട് കത്തണം. അതിൻ്റെ ഉടമസ്ഥൻ തന്നെ വന്നപ്പോൾ കത്തിച്ചപ്പോഴാണ് അത് കത്തിയത്. അത് ഉമ്മ വന്ന് കത്തിച്ചപ്പോഴാണ് കത്തി. അത് തിളപ്പിക്കാനാണ് വെച്ചു. മുന്തിരി തിളപ്പിച്ച പിന്നെന്താ കുറുക്കം കിട്ടുമെന്നും പറഞ്ഞിട്ട് അതങ്ങനെ തിളപ്പിച്ചത് എളുപ്പം ചൂടാൻ വേണ്ടി മന്ത്രം ചൊല്ലിയിട്ട് അതിനിങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞേക്ക് എല്ലാവരും കൂടി ഒരു ചോറുന്നില്ല. എൻ്റെ പൊന്നോ, പെരയിൽ വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചോറുന്നുമ്പോണ്ട് അതൊരു വൈബ്. തേങ്ങാ ചമ്മന്തിയും കൂട്ടിയിട്ട് പൊടുത്ത അടിപൊളി. ഇത്താത്ത ഒരു മുക്കിൽ, കുട്ടികൾ 4 പുറത്ത്, ഉമ്മ ഒരു മുക്കിൽ. എൻ്റെ പൊന്നോക്ക് വയ്യ. അങ്ങനെ ബീഫും കൂട്ടി കോഴിക്കറിയും കൂട്ടിയിട്ടൊരു പിടുത്തം. അത് കഴിഞ്ഞേക്ക് സേമിയം പായസം. എൻ്റെ അമ്മ വേറെ ലെവൽ തന്നെ. ചോറുന്നലക്കാണ് കഴിഞ്ഞേക്ക് മുന്തിരി ജ്യൂസ് ചൂടാറിയെന്നും വിചാരിച്ചിട്ട് അതൊന്ന് മിക്സിൻ്റെ ജാറിലാണ് ഇട്ട് കൊടുത്ത് അത് അടിച്ചാൻ വേണ്ടി നിന്ന് നോക്കുമ്പോൾ ജാറാണ് പണി വന്നു. ആകെ നിലത്തൊക്കെയാണ് ആകെയാണ് പോയി പണിയിട്ട്. എങ്ങനെ ആയാലും വേണ്ടില്ല, അതിൽ ഉള്ളി പച്ചവെള്ളമാണ് ഒഴിച്ചെടുത്തിട്ട് അത് നന്നായിട്ടാണ് അടിച്ചെടുത്തു. ഇക്കാക്ക എളുപ്പം പോകുന്നു പറഞ്ഞപ്പോൾ ഇക്കാക്കാക്ക് ഒരു ഗ്ലാസ് മണ്ടി കൊണ്ടുകൊടുത്തു. ഇക്കാക്ക കൊണ്ടുകൊടുത്തപ്പോൾ ഇക്കാക്ക പറയാൻ, അജ്ജ് വീഡിയോ എടുക്കുകയാണോ, വീഡിയോ ഒക്കെ എടുത്ത് എന്നെ എടുക്കല്ലേ എന്നും പറഞ്ഞു. അങ്ങനെ ഇക്കാക്ക പോയതിൻ്റെ ശേഷം ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നോക്കുമ്പോൾ ഞങ്ങളാണ് കുടിച്ചൊരു കൂടി അടിപൊളി ജ്യൂസ്. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ മിന്നുവിൻ്റെ മുടി ഒന്ന് കുറേ ദിവസമായി അടിയൊന്ന് വെട്ടണമെന്ന് ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ അത് എൻ്റെ മുടിയൊക്കെ എപ്പോഴും ഉമ്മ തന്നെയാണ് വെട്ടിത്തരല്. അപ്പം നമ്മാൻ തന്നെയാണ് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെട്ടുന്ന സമയത്ത് മിന്നുവിൻ്റെ ഒരു ഇളക്കൽ. അപ്പം ഉമ്മാക്കാണ് പിരാന്ത് വന്നു. ഉമ്മ പറഞ്ഞു, ഇഞ്ഞ ഇളക്കല്ല ഇട്ടാൻ പൊന്നോ. അപ്പം ഇഞ്ഞ ഇളക്കിയിട്ടുണ്ട് എൻ്റെ കുട്ടിയുടെ മുടി വെട്ടാൻ വയ്ക്കൂല എന്നും പറഞ്ഞു. അങ്ങനെ മുടിയൊക്കെ ഞാൻ പറഞ്ഞു, ഉമ്മ തലപ്പ് മാത്രം വെട്ടിയാൽ മതി, കയറിപ്പോവരുത് കേട്ടോ. മുടി വെട്ടാനൊരു സങ്കടം ഉണ്ടേന്, എന്നാൽ തലപ്പ് മുറിക്കണേനെന്നുള്ളൊരു മോഹമാണ് കേട്ടോ എൻ്റെത്. അങ്ങനെ മോഹത്തിൽ വെട്ടിയതാണ് ഈ മുടി. പക്ഷേ എനിക്ക് പിന്നെ മുടി കുട്ടികൾ നല്ല വലുതാവണം തന്നെയാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ തലപ്പ് വെട്ടിക്കൊടുത്താലുള്ള മുടിയൊക്കെ വൃത്തിയായിട്ട് വളരുക എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തലപ്പ് വെട്ടിയത്. എൻ്റെ അമ്മ എന്നും കാലാകാലം എൻ്റെ മുടി തലപ്പ് വെട്ടി തന്നിരുന്നു കേട്ടോ. അപ്പോൾ കുളിക്കാൻ പോണ സമയത്തൊക്കെ എൻ്റെ മുടി വെട്ടിത്തരാം. മുടി വെട്ടി കുറച്ച് കഴിഞ്ഞേക്ക് അപ്പം തന്നെ അമ്മ അതിൻ്റെ അടിയിൽ എണ്ണമെഴുക്കും തേക്കും. അതെന്തിനാണെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ, എന്തിനാ തേക്കണമെന്നുള്ളത്. അങ്ങനെ മിന്നുവിൻ്റെ മുടി അങ്ങനെയാണ് ഒപ്പം വെട്ടി. മിന്നു ചെരിഞ്ഞ കാരണം ഒന്ന് മുടിയും ചെരിഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ഒന്നും കൂടി വെട്ടണമെന്ന് പറഞ്ഞിട്ട് വെട്ടിയതാണ്. അപ്പം കറക്റ്റായിട്ട് ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞേക്ക് പൊന്നുവിൻ്റെ ഒരു മുടി വെട്ടൽ. പൊന്നുവിനാണെങ്കിൽ തീരെ താല്പര്യമില്ല മുടി വെട്ടാൻ. ഉറങ്ങണോടത്തുനിന്ന് വിളിച്ചുണർത്തിയിട്ടാണ് പൊന്നുവിൻ്റെ മുടി വെട്ടാൻ വേണ്ടി പൊന്നുവിനെ കൊടുന്നത്. പൊന്നുവാണെങ്കിൽ എൻ്റെ മുടി വെട്ടണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ. മിന്നുവിനാണെങ്കിൽ ഭയങ്കര ബേജാറ്, എത്രയൊക്കെ മുടിയാണ് എൻ്റെ വെട്ടിക്കണെന്നുള്ള സങ്കടത്തിലാണ് മിന്നു. അങ്ങനെ മുടിയൊക്കെ വെട്ടി പിന്നെ മിന്നുവിൻ്റെ മുഖം കണ്ടു മുടി വെട്ടണ്ടില്ല എന്നുള്ളൊരു ഇതിലാണ്. അപ്പം ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട്, എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട്. അപ്പോൾ പിന്നെ ഒരു പട്ടിഷോ ഒക്കെ കാണിച്ചിട്ടോ മിന്നു, കണ്ട ഇതാണ് ഓളുടെ പട്ടിഷോ, കണ്ട നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓളതിന് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നൃത്തങ്ങൾ പട്ടിഷോ ആണ് ഓളതാ കാണുന്നത്. അങ്ങനെ പൊന്നുവിൻ്റെ അടുത്ത ഊഴം തുടങ്ങി. ഉമ്മ ഒന്നും കൂടി മേലേക്ക് വെട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നോ അങ്ങനെയൊന്നും വെട്ടല്ലിട്ട, കുറച്ച് താഴത്തേക്ക് വെട്ടിയാൽ മതി പറഞ്ഞു. അങ്ങനെ ഉമ്മ താഴത്തേക്ക് വെട്ടി. അപ്പം അത്ര വെട്ടിയാൽ മതിയെന്ന് ഉമ്മാക്കൊരു സംശയം. അത്ര മതി, മുടി പിന്നെ ഓവറായിട്ടാണ് വെട്ടുമ്പോൾ നമുക്കൊരു സങ്കടം. അപ്പോൾ പൊന്നു പറഞ്ഞു, എൻ്റെ വെട്ടാണെങ്കിൽ പിന്നെ പകുതി വെട്ടിത്തരും. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ വെട്ടൂല, എങ്ങനെ വെട്ടണം എന്നുണ്ടെങ്കിൽ വായെന്നും പറഞ്ഞിട്ടാണ് ഓളെ വിളിച്ചത്. കണ്ടോ ഇത്ര ഉള്ളു കേട്ടോ വെട്ടിയിട്ട്, കുറച്ച് ആ തലപ്പ് മാത്രം. കാരണം വെട്ടിയാൽ ഇക്കും സങ്കടമാവരുത്, അങ്ങനെ ഒരു വെട്ടല്ലേ ഞാൻ വെട്ടിയിട്ടുള്ളൂ.
അങ്ങനെ അത് കഴിഞ്ഞേക്ക് ഇതാ ഇക്കാക്കഥ ഉള്ളിയും തക്കാളിയും മുടയും മക്രൂണിയൊക്കെ ആയിട്ട് വന്നു. എന്താണിപ്പോൾ മക്രൂണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫോൺ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇക്കാക്കടുത്ത് ഗ്ലാസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പൗച്ചൊക്കെ മാറ്റണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ശരിയാക്കി ഇക്കാക്ക കൊടുന്ന് തന്നതിൻ്റെ ശേഷം ഇതാ ഞങ്ങൾ അടിപൊളിയായിട്ട് മക്രൂണിയൊക്കെ ഉണ്ടാക്കി അടിപൊളി സെറ്റാക്കി. അപ്പോൾ കൊടുമുടിത്തെ വിശേഷങ്ങൾ ഈ പ്രാവശ്യം ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങൾ നമ്മളെ കൊടുമുണ്ട വെച്ച് കാണുന്ന. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പത്തിന് കഴിച്ചിട്ട് വരാൻ വേണ്ടി എൻ്റെ പൊന്നു വന്ന് ഞാനൊന്ന് ഇപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അതാണ് ഇത്ര പവറിലെടുക്കണം. എടുത്ത് വെക്കുമ്പോൾ അത് അങ്ങനെ പോകുകയും ചെയ്തു. അപ്പോൾ പിന്നെ വീഡിയോൻ്റെ മൂടാണ് പോയി. എന്തായാലും വേണ്ടില്ല, ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കാം. ടാറ്റാ ബൈ ബൈ.